ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ന്യൂ ജനറേഷൻ ആൾക്കാരായിക്കോട്ടെ, നമ്മളെല്ലാവരും പ്ലെയിൻ സിൽക്ക് സാരീസ് അല്ലെങ്കിൽ പ്ലെയിൻ സാരീസ് മേടിച്ച് ഉടുക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ അമ്മമാരുടെ കാര്യം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നേരത്തെ മേടിച്ചിട്ടുണ്ടാകും പ്ലെയിൻ സിൽക്ക് സാരീസോ അല്ലെങ്കിൽ ഓർഗൻസ സാരി ഏതും ആയിക്കോട്ടെ, മെറ്റീരിയൽ ഏതും ആയിക്കോട്ടെ, പ്ലെയിൻ സാരി ആയിട്ട് കുറേ ഉടുത്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് പലർക്കും ആഗ്രഹമുണ്ട് അതൊന്ന് ഡൈ ചെയ്യാനോ അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് എടുക്കാൻ. അത് വേർത്താണോ എന്ന് വെച്ചാൽ പ്രയോജനം ഉണ്ടാവുമോ ഇല്ലയോ, അത് ചെയ്താൽ നഷ്ടമാവുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അതുപോലത്തെ ഒരു സിൽക്ക് സാരി പ്ലെയിൻ ആയിട്ട് കുറേ ഉടുത്ത് മടുത്ത് കഴിഞ്ഞപ്പോൾ അതിനൊന്ന് മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ച് കസ്റ്റമർ തന്നിരിക്കുന്ന സാരിയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് മോഡിഫൈ ചെയ്ത് അവർക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പം അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അത് അതിൻ്റെ ഡിസൈൻസ് എവിടേക്കാണ് വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം എൻ്റെ കസ്റ്റമർ ഞാൻ തന്നതാന്ന് പറഞ്ഞു. ആ ഒരു കസ്റ്റമറിന് പണ്ട് ഒരു സാരി ഉണ്ടായിരുന്നു, അത് എംബ്രോയ്ഡറി ചെയ്തായിരുന്നു. അത് പ്യുവർ സിൽക്ക് സാരിയിൽ ഹാൻഡ് എംബ്രോയ്ഡറി സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ആ സെയിം പാറ്റേൺ തന്നെ അവരുടെ മറ്റൊരു സാരിയിൽ ആ സെയിം പാറ്റേൺ അതുപോലെ തന്നെ തയ്ക്കണം എന്നായിരുന്നു എൻ്റെ കസ്റ്റമർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ അവരുടെ പണ്ടത്തെ സാരി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് എംബ്രോയ്ഡറി ചെയ്തിട്ട് ആ സെയിം പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് അവരുടെ മറ്റു സാരിയിൽ ചെയ്തു വരുത്തുക എന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പം ഇതാണ് അവരുടെ നേരത്തെ സാരി. നല്ല ബോട്ടിൽ ഗ്രീൻ സിൽക്ക് സാരിയാണ്, നല്ല സോഫ്റ്റ് സിൽക്ക് സാരി. ഇത് കസ്റ്റമർ പറഞ്ഞത് ഒരു 20-25 വർഷം പഴക്കമുള്ള സാരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സാരിയിൽ പണ്ട് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി സാരിയാണ്, ഹാൻഡ് എംബ്രോയ്ഡറി സാരിയാണ്. അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടു നോക്കാം. ഇതിൻ്റെ അകത്ത് കെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗി ഉള്ള ഒരു സാരിയാണ്, നല്ലോണം വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ പ്രത്യേകത. നമ്മൾ എന്തൊക്കെ ചെയ്താലും എംബ്രോയ്ഡറിക്ക് ഒരു വ്യത്യാസവും കോട്ടിലും പറ്റത്തില്ല. നമ്മൾ മെഷീൻ എംബ്രോയ്ഡറിക്ക് ആണെങ്കിൽ ഒരു നൂല് പൊട്ടിയ എല്ലാം വിട്ടുപോരും. ഇതിന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റേ വരത്തില്ല. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കസ്റ്റമർ തന്നിരിക്കുന്ന സാരി. സാരിയുടെ മുന്താണിയിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. വലിയ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്, 3 എണ്ണം. പിന്നെ ഇൻഡിവിജ്വലായിട്ട് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസും ഉണ്ട്. അപ്പം നമ്മുടെ കസ്റ്റമർ തന്നിരിക്കുന്ന പ്ലെയിൻ സാരി ഇതാണ്. പ്ലെയിൻ സാരി അവരുടെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇതുവരെ ലൈൻസും എല്ലാം ഉള്ള ഒരു പ്ലെയിൻ സാരിയാണ്. അപ്പോൾ ഈ സാരി അവർ ഇതിനു മുമ്പ് മേടിച്ചിട്ട് ഉടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇരുന്നപ്പോൾ അവർക്ക് ഈ ഡിസൈൻ താല്പര്യമാണ്. ഇത് തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം, ഒന്നോടെ ഈ സാരിയിൽ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ്. അത് അവർക്ക് കോസ്റ്റും കുറവായിരിക്കണം. ഇപ്പോൾ ഈ സാരിയിൽ പഴയ സാരിയിൽ ചെയ്ത അത്രയും എംബ്രോയ്ഡറി വർക്ക് വേണ്ട എന്ന് പറഞ്ഞ കാരണം നമ്മൾ പഴയ സാരിയിൽ ഇതിൻ്റെ ഇടയിൽ ഓരോ കുഞ്ഞു ഡിസൈൻ ഉണ്ട്, അത് നമ്മൾ ചെയ്തിട്ടില്ല. ഈ 3 വലിയ ഡിസൈനാണ് ആ പഴയ സാരിയിൽ ചെയ്ത സെയിം പാറ്റേൺ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ടും ചെയ്തിട്ടുണ്ട്. പുറകെല്ലാം നീറ്റായിട്ട് സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ സാരിയിൽ കണ്ടുപോലെ തന്നെ ഈ സാരിയിലും പുറകിൽ ഒരു നോട്ടും വരാണ്ട് നല്ല വൃത്തിയായിട്ടാണ് സിൽക്ക് ത്രെഡ് വെച്ച് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇത് സിൽക്ക് ത്രെഡിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. നടുക്ക് യെല്ലോയും പിന്നെ ലീവ്സും സ്റ്റെംസും ആണെങ്കിലും ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് മുന്താണി വരുന്നത്. മുന്താണി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഓരോരോ ഡിസൈൻസ്, കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് 2 സൈഡിലെയും ബോർഡറിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട്. മുന്താണി കഴിഞ്ഞിട്ട് ഈ സൈഡിലും ഉണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഡിസൈനിങ് വരുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡിലും അഴിച്ചിടുന്ന കസ്റ്റമർ അഴിച്ചിടാനാണ് താല്പര്യം. അതുകൊണ്ട് 2 സൈഡിലും നമ്മൾ ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഇങ്ങനത്തെ കുഞ്ഞു പാറ്റേൺ 16 എണ്ണമാണ് ഉള്ളത്. കുഞ്ഞു പാറ്റേൺ ഇതുപോലത്തെ കാലിൻ്റെ അവിടെയൊക്കെ ഉണ്ട് ഡിസൈൻ. ഇതുപോലത്തെ തന്നെ ഡിസൈൻ കാലിൻ്റെ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കസ്റ്റമർ ഉപയോഗിച്ച സാരിയാണ്. അപ്പോൾ സാരി ഫുള്ളൊക്കെ ഓൾറെഡി സ്റ്റിച്ച്ഡ് ആണ്. അതിൻ്റെ മേലിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം സാരി ഫുൾ ഉണ്ടെങ്കിൽ തയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്നേ ഉള്ളൂ. ഉണ്ട് എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ സാരി ഫുള്ളിന് മേലിൽ കൂടിയാണ് തയ്ച്ചിരിക്കുന്നത്, ചുളുങ്ങാണ്ട് വന്നം എന്നേ ഉള്ളൂ. ഇപ്പം സാരി ഫോളിൻ്റെ ഫ്രെയിം വെക്കുമ്പം സാരി ഫോൾ ചുളുങ്ങാത്ത രീതിയിൽ ഫ്രെയിം വെച്ചിട്ട് തയ്ച്ചാൽ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ എൻ്റെ അവിടെയൊക്കെ നമ്മൾ കാലിൻ്റെ അവിടെയൊക്കെ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് പ്ലീറ്റ്സിൻ്റെയൊക്കെ അവിടെ ഓരോന്നോരോന്ന് മേലിലോട്ടൊക്കെ കയറി വരുന്ന രീതിയിലാണ് ബോട്ടം പ്ലീറ്റ്സിൻ്റെ ഇവിടെയൊക്കെ വരുന്നത്. ഇപ്പോൾ ഫുൾ സാരിയിൽ ഇതുപോലെ ആണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും റീക്രിയേഷൻ വേണം. ഇതിപ്പം ഓൾറെഡി സ്ട്രൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, എന്നിട്ടും ഇതിൻ്റെ അകത്ത് എംബ്രോയ്ഡറി ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മുന്താണിയിലൊക്കെ ഹെവി വർക്കായിട്ട് പ്ലെയിൻ സാരിയിൽ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും, എന്നാലും ഇതിൽ ചെയ്താലും കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ റീക്രിയേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡിസൈൻസ് പ്ലെയിൻ സാരിയിൽ ചെയ്യണം, പഴയ സാരിയിൽ വല്ലതും ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി, നമ്മളതും ചെയ്തു തരുന്നതാണ്. ഇതാണ് ഒരു സാരി നമ്മുടെ. ഇനി നമുക്ക് നമ്മൾ സിൽക്ക് സാരീസാണ് എല്ലാം കാണുന്നത്. അടുത്തത് ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. ഇതും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാരീസ് ആട്ടോ ഇന്ന് കാണിക്കുന്നതെല്ലാം. ഇതൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കാഞ്ചീപുരം സാരിയാണ്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കളറാണ്. എന്താ കളർ എന്ന് പറയാനായിട്ട് എനിക്കും അറിയത്തില്ല. നല്ലൊരു കളറാണ്, ലൈറ്റ് ഷെയ്ഡ്സ് അതാണ് കളറാണ്. ഇതിൻ്റെ സാരി ഇങ്ങനെയാണ് വരുന്നത്. സാരിയുടെ മുന്താണിയിൽ ടാസൽസ് ഉണ്ട്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതും കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. അപ്പോൾ അവർക്ക് പ്ലെയിൻ സാരിയാണ് വേണ്ടത്. സാരിയിൽ ഒരു വർക്കും വേണ്ട, ബ്ലൗസ് പീസിന് മാത്രം വർക്ക് മതി. അപ്പോൾ നമ്മൾ ബ്ലൗസ് പീസിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് പീസിൽ വന്നിട്ട് അവർക്ക് ഫുൾ സ്ലീവിലും വർക്കായിട്ട് വേണം, സിമ്പിളായിട്ടും വേണം. ഏജ്ഡ് ആളാണെന്നാണ് പറഞ്ഞത്. അപ്പം സിമ്പിളായിട്ടുള്ള വർക്ക് വേണം, ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കരുത്. അപ്പം നമ്മൾ സ്ലീവിൽ ഫുള്ളും ഇങ്ങനത്തെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡയമണ്ട്സ് ആയിട്ട് തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ലേസി ആയിട്ട് തയ്ച്ചിരിക്കുന്നത്. എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്ന മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. അത് 3 strands വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ലീവ്സും ലേസി ഒക്കെ തയ്ച്ചിരിക്കുന്നത് 6 strands വെച്ചിട്ടാണ്. അപ്പം ഇങ്ങനെയാണ് സ്ലീവിൽ വരുന്നത്. 2 സ്ലീവിലും ഇതുവരെ വർക്ക് ഉണ്ട്. അപ്പം വിത്ത് ബ്ലൗസ് പീസാണ് ഈ സിൽക്ക് സാരി വരുന്നത്. ഈ സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ വെയിറ്റ് കുറവാണ്. ഒട്ടും നമ്മൾ ഉടുക്കാനും നല്ല സ്മൂത്തായിട്ട് കിടന്നോളും, ഉടുത്തെടുത്ത് കിടന്നോളും. അഴിച്ചിട്ടാലും അതുപോലെ തന്നെ ഞെറിഞ്ഞിട്ടാലും ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ സുഖമാണ്. ഇതും സിൽക്ക് മാർക്കായിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ അകത്ത് സിൽക്ക് മാർക്ക് ഹോൾമാർക്കായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാരിയാണ് ഇത്. അടുത്ത സാരി വന്നിട്ട് ടെസർ സിൽക്ക് സാരിയാണ്. ഇതൊരു വാടാമുല്ല കളറ് ടെസർ സിൽക്ക് സാരിയാണ്. അതിൻ്റെ അകത്ത് ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ബ്ലൂവിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ കടായി കമ്മലാണ് തയ്ച്ചിരിക്കുന്നത്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുവരെ കുഞ്ഞു വർക്ക് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇത് കടായി കമ്മൽ ഈ ഒരു 2 കോർണറിലും, മുന്താണിയിലെ 2 കോർണറിലും നമ്മൾ ഇതുപോലത്തെ കടായി കമ്മൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇത് നോർമൽ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 മുന്താണിയിലും വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് കുഞ്ഞു ഡിസൈൻസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുവരെ കുഞ്ഞു ഡിസൈൻസ്, ഒരു വലിയതും 2 ബഡുമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് പോർഷനിലാണ്. ഇതൊക്കെ ബഡ്ജറ്റഡ് സാരീസ്, ഒത്തിരി ഹെവി വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല. മുന്താണിയിൽ മാത്രമാണ് ഹെവി വർക്കുള്ളൂ. ബാക്കി എല്ലായിടത്തും സിമ്പിളായിട്ട് ഇതുപോലത്തെ മോട്ടീവ്സ് ചെയ്തിരിക്കുന്നതാണ്. ഫ്രണ്ടിൽ കുറച്ച് 4 എണ്ണം ഉണ്ട് ഇതുവരെ. അത് കഴിഞ്ഞ് കാലിൻ്റെ അവിടെയുണ്ട്, അതുപോലെ തന്നെ സ്ലീവിലും ഉണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് മുന്താണിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലീവിലും ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ സ്ലീവിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിലും ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സ്ലീവിൽ വരുന്ന ഡിസൈനാണിത്. കൈയിൻ്റെ സ്ലീവിൽ ഇതുപോലെ ഒരു ഡിസൈൻ വരും. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ സാരിയിൽ ഫുള്ളും ചെയ്തേക്കുന്നത്. ഇത് എന്ന് വെച്ചാൽ സാരിക്ക് തന്നെ നമ്മൾ വിത്ത് ബ്ലൗസ് പീസ് ടെസർ സിൽക്കൊക്കെ മേടിക്കുമ്പോൾ തന്നെ 5600 ആ ഒരു റേഞ്ച് വരും. ഇത് ഇപ്പം അതും അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്ക് ആണെങ്കിലും, കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് ആണെങ്കിലും 5600 റേഞ്ച് വരും. അപ്പോൾ ഈ 2 സാരിയിൽ പിന്നെ കസ്റ്റമറിന് ഒത്തിരി അഡീഷണൽ എമൗണ്ട് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമം ആക്കും എംബ്രോയ്ഡറി. അപ്പോൾ അവർക്ക് താല്പര്യം ഈ ഡിസൈൻ ആയിരുന്നു, അവർക്ക് ഇത്രയൊക്കെ മതി, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം അനുസരിച്ച് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇപ്പോൾ സെമി ടെസർ വേണമെങ്കിൽ അതിൽ നമുക്ക് എന്ന് വെച്ചാൽ പ്യുവർ ടെസർ ആകുമ്പോൾ ഒത്തിരി എക്സ്പെൻസീവ് ആവും. എന്നാൽ സെമി ടെസറിൽ മതി എന്നുണ്ടെങ്കിൽ സെമി ടെസറിലാണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സാരീസ് എംബ്രോയ്ഡറി ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ
താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.